സ്പെഷ്യലിൻ്റെ മൂന്നാമത്തെ ഐറ്റമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാങ്ങച്ചാറാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമുക്കിവിടെ എല്ലാ സാധനങ്ങളും എപ്പോഴും അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്ന 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖിക്കും ആരിഫിക്കയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ടോട്ടൽ ഫ്രഷ് എന്ന കടയാണ് കേട്ടോ അവരുടെ. അപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ ഇത്ര സ്മൂത്തായിട്ട് ഓരോ ഡേയും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരിതൊക്കെ ഒന്ന് സെറ്റാക്കി തരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാങ്ങച്ചാറിലോട്ട് കിടക്കാം. മാങ്ങ നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയിൽ അധികം വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മാങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് തന്നെ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ കേടുവന്ന് പോകും. അപ്പോൾ അതാ ഞാനിതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ 3 മാങ്ങയാണ് കേട്ടോ ടോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി അരിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു 2-3 മണിക്കൂർ അങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി ഒന്നല്ല. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഓരോ മാങ്ങയുടെയും പുളിക്കനുസരിച്ചാണ് നമ്മൾ അതിലുള്ള പൊടികളുടെയൊക്കെ അളവ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചു. നമ്മൾ നല്ലെണ്ണ ഒഴിക്കുകയാണ് നല്ലത്. ഞാനിവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ കടുക്, ഉലുവ, വറ്റൽ മുളക് ഇത് 3ഉം കൂടെ ഒന്ന് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തന്നെ ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാർ ഒരു 2-3 ദിവസമൊക്കെ പുറത്തിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ മാങ്ങച്ചാർ ഇവിടെ സെറ്റാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണസദ്യ സ്പെഷ്യൽ മാങ്ങച്ചാർ. ഓണത്തിൻ്റെ തലേന്നൊക്കെ നമ്മളിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണസദ്യയുടെ അന്ന് ഇലയിലൊക്കെ സെറ്റാക്കിയിട്ട് വിളമ്പാൻ പറ്റും കേട്ടോ. അപ്പോൾ മാങ്ങച്ചാർ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു മാങ്ങച്ചാറും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.